ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, യേശുവേ ആരാധന, യേശുവേ സ്തോത്രം, യേശുവേ സ്തോത്രം. അഭിഷേകാഗ്നിയുടെ എല്ലാ പ്രേക്ഷകർക്കും രക്ഷിതാവും കർത്താവുമായ യേശു ക്രിസ്തുവിൻ്റെ അത്ഭുത നാമത്തിൽ കൃപയും സമാധാനവും. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇന്ന് നാം ചിന്തിക്കുന്നത് യേശുവിൻ്റെ പ്രത്യേകതകൾ എന്ന വിഷയത്തെക്കുറിച്ചാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരു വ്യക്തിയുടെ അനുഭവം നമുക്ക് ശ്രദ്ധിക്കാം. ലൂക്ക 10:19. ഇതാ പാമ്പുകളുടെയും തേളുകളുടെയും സകല ശത്രുക്കളുടെയും മീതെ ചവിട്ടി നടക്കാനുള്ള അധികാരം നിങ്ങൾക്ക് ഞാൻ തരുന്നു, ഒന്നും നിങ്ങളെ ഉപദ്രവിക്കുകയില്ല. ഈ വചനമാണ് എൻ്റെ ജീവിതത്തെയും സ്പർശിച്ചത്. എൻ്റെ പേര് ഷാലോം ചെറിയാൻ. ഞാൻ കളമശ്ശേരി സെന്റ് ജോസഫ് ഇടവകയിലെ ഒരു അംഗമാണ്. എനിക്ക് ജനിച്ചപ്പോൾ മുതൽ കൈ ചപ്പുന്ന ഒരു ദുശീലം ഉണ്ടായിരുന്നു. കൈ ചപ്പി എൻ്റെ കയ്യിലൊരു തഴമ്പ് വന്നിരുന്നു. ദൈവമേ, വായിൽ വിരലിട്ട് എന്തായി? കംപ്ലീറ്റ് തൂമ്പ് പിടിച്ച് നിങ്ങൾ താഴ്മ്പ് കേട്ടിട്ടുണ്ട്, സ്റ്റീറിങ് പിടിച്ച് താഴ്മ്പുണ്ട്. ഇതെന്തത്? വായിൽ ചെറുപ്പം തൊട്ട്, കുഞ്ഞുനാൾ തൊട്ട്, ഓർമ്മ വെച്ച കാലം തൊട്ട് അറിയാതെ വായിൽ വിരല് അങ്ങനെ വെച്ച് ഇപ്പം എന്തായി? നോക്കുമ്പോൾ വിരലിൻ്റെ അവിടെ താഴ്മ്പ്. അതുപോലെ ഒരു ദുശീലം നമുക്ക് പറയാൻ, ഒരു ശീലം, ഒരു പ്രത്യേക അവസ്ഥയായിരുന്നു അത്. കുട്ടി മനഃപൂർവ്വം ചെയ്യുന്നില്ല, ഇത് കുട്ടിയുടെ ജീവിതത്തിൽ അറിയാതെ അങ്ങനത്തെ ഒരു അവസ്ഥയിലായിരുന്നു കുട്ടി. നീ പറ. എനിക്ക് ഏകദേശം ഒരു 15 വർഷമായിട്ട് ആ ശീലം ഉണ്ടായിരുന്നു. 15 വർഷത്തോളമായി കുട്ടി ആ ബുദ്ധിമുട്ട് അനുഭവിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അത് കാരണം എനിക്ക് 10ാം ക്ലാസ്സിലെ പരീക്ഷയ്ക്ക് മര്യാദയ്ക്ക് പഠിക്കാനോ ഒരുങ്ങാനും പറ്റില്ല. കാരണം കൈ ചപ്പുമ്പോഴെല്ലാം ക്ഷീണവും ഉറക്കവും വരുമായിരുന്നു. പരീക്ഷ കഴിഞ്ഞിട്ട് ഞാനും പപ്പയും സെഹിയോൻ ധ്യാനേന്ദ്രത്തിൽ പോയി ധ്യാനിച്ചു. അവിടെ തൈലാഭിഷേക ശുശ്രൂഷയ്ക്ക് അച്ഛനോട് പ്രത്യേകം പറഞ്ഞ് ഞാൻ പ്രാർത്ഥിച്ചു. പിന്നെ ഇതുവരെ ഞാൻ ആ ദുശീലത്തിന് അടിമയായിട്ടില്ല. അതോടുകൂടി അത് വിട്ടുപോയിട്ട് പിന്നെ പോയ വഴിക്കാട്ട്. ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈശോയുടെ നാമത്തിൽ കർത്താവിനൊരു ശുശ്രൂഷകൻ നമുക്ക് വേണ്ടി ഇതാ ഈ ഒരു ബുദ്ധിമുട്ട് മാറട്ടെ എന്ന് പറയുന്നതിൽ കാര്യമുണ്ട്. അതാണ് യാക്കോബ് 5:15. വിശ്വാസത്തോടെയുള്ള പ്രാർത്ഥന രോഗിയെ സുഖപ്പെടുത്തും. പ്രൈസ് ദി ലോർഡ്. ഇത് 15 വർഷം, ചെറുപ്പം തൊട്ട് 15 വർഷത്തോളമായി കുട്ടി അനുഭവിച്ച് 10ാം ക്ലാസ്സിലേക്ക് എത്രയോ മനപ്രയാസം സഹിച്ചിട്ടുണ്ടാവും. കൂട്ടുകാർ എത്രയോ കളിയാക്കും, പക്ഷേ മാറ്റാൻ പറ്റുന്നില്ല. പക്ഷേ യേശുവിൻ്റെ അടുത്ത് വന്ന് എൻ്റെ യേശുവേ എന്ന് പറഞ്ഞ് കരഞ്ഞ് കർത്താവ് അവസ്ഥകളെ മാറ്റി നല്ല കൃപ കൊടുത്തങ്ങ് അനുഗ്രഹിച്ച്. അന്ന് തൊട്ട് പിന്നെ നന്നായിട്ട് വചനം പഠിക്കാനും, അതാണ് വചനം പറഞ്ഞ് കേൾപ്പിച്ചത്, വചനം പഠിക്കാനും പ്രാർത്ഥിക്കാനും ഒക്കെ കർത്താവുകൾ കൃപ കൊടുത്ത്. ഇത് ഞാൻ ടെസ്റ്റിമണിയായി പറഞ്ഞുകൊണ്ട് ഇനിയും കുറെ പുതിയ കൃപയുടെ മോന് ദൈവം തരും. പ്രൈസ് ദി ലോർഡ്. മനുഷ്യരുടെ മുമ്പിൽ എന്നെ ഏറ്റുപറയുന്നവനെ എന്റെ സ്വർഗസ്നായകത ഞാനും ഏറ്റുപറയുന്നു ഈശോ പറഞ്ഞിട്ടുണ്ട്. റോമ ലേഖനം 9:31 തിരുലിഖിതം. അവനിൽ വിശ്വസിക്കുന്ന ഒരുവനും ലജ്ജിക്കേണ്ടി വരികയില്ല എന്ന് എഴുതപ്പെട്ടിരിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. വചനം നമുക്ക് നേരിട്ട് പറയാം. അവനിൽ വിശ്വസിക്കുന്ന ഒരുവനും ലജ്ജിക്കേണ്ടി വരികയില്ല എന്ന് എഴുതപ്പെട്ടിരിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ലോകത്തിന്റെ നാനാഭാഗങ്ങളിൽ ഇരുന്ന് വിശ്വാസത്തോടെ ലക്ഷോപലക്ഷം ആളുകൾ വചനം ശ്രവിക്കുന്ന ഈ സമയത്ത്, പ്രിയ ദൈവമക്കളെ, നിങ്ങൾ ആയിരിക്കുന്ന ആ ഇടങ്ങളിൽ ഇരുന്ന് വിശ്വാസത്തോടെ യേശുവിന്റെ നാമത്തെ വിളിക്കണം. യേശുവിന്റെ നാമത്തിൽ വളരെ പ്രകടമായ ദൈവിക ഇടപെടലുകൾ പിതാവായ ദൈവം ഈ കാലഘട്ടത്തിൽ നൽകുന്നുണ്ട്. നമുക്കെല്ലാവർക്കും എഴുന്നേറ്റ് നിൽക്കാം. ഇപ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ വലിയൊരു ദൈവിക ഇടപെടൽ സംഭവിക്കുമ്പോൾ നിങ്ങൾ കർത്താവിനോട് പറയണം, കർത്താവേ, എൻ്റെ ഈ പ്രശ്നത്തിൽ ഇടപെട്ടാൽ ഞാൻ അങ്ങയുടെ നാമത്തെ മഹത്വപ്പെടുത്താൻ വേണ്ടി സാക്ഷ്യപ്പെടുത്താം എന്ന് നേർന്ന് ഹൃദയം കൊണ്ട് വിശ്വസിച്ച് പ്രാർത്ഥിക്കണം. എല്ലാവരും ഇങ്ങനെ ഏറ്റു പറഞ്ഞ് പ്രാർത്ഥിക്കുന്നു. യേശുവേ, ഞാൻ അങ്ങയെ ആരാധിക്കുന്നു, ഞാൻ അങ്ങയെ സ്തുതിക്കുന്നു. യേശുവേ, എന്റെ ജീവിതം അങ്ങേക്ക് സമർപ്പിക്കുന്നു. പിശാചിനെയും അവന്റെ ആഡംബരങ്ങളെയും വെറുത്തുപേക്ഷിക്കുന്നു. പാപവും പാപമാർഗങ്ങളും പശ്ചാത്തപിച്ച് ഉപേക്ഷിക്കുന്നു. ഹല്ലേലൂയ,
ഹല്ലേലൂയ. 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 എന്റെ യേശുവിനെ എന്റെ യേശുവിനെ എന്റെ ജീവിതത്തിന്റെ സർവസ്വവുമായി ഏറ്റുപറയുന്നു. എന്റെ യേശു എനിക്ക് നല്ലവൻ, എന്റെ യേശു എനിക്ക് മതിയായവൻ. ഇരു കരങ്ങൾ ഉയർത്തി ഉറക്കെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ. 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 യേശു എനിക്കു നല്ലവൻ, അവനെന്നും മതിയായവൻ. എന്റെ യേശു എനിക്കു നല്ലവൻ, അവനെന്നും മതിയായവൻ. പാപത്തിൽ രോഗത്തിൽ വൻ പ്രയാസങ്ങളിൽ മനമേ അവൻ മതിയായവൻ. പാപത്തിൽ രോഗത്തിൽ വൻ പ്രയാസങ്ങളിൽ മനമേ അവൻ മതിയായവൻ. എന്റെ യേശു എനിക്കു നല്ലവൻ, നന്നായി കൈയടിച്ച് അവനെന്നും മതിയായവൻ. ആപത്തിൽ രോഗത്തിൽ വൻ പ്രയാസങ്ങളിൽ മനമേ അവൻ മതിയായവൻ. യേശുവേ, എന്റെ യേശുവേ, എന്റെ ജീവിതത്തിന്റെ രാജാവേ, ഞാൻ അങ്ങേ ആരാധിക്കുന്നു. മലമേൽ കയറി രക്ഷിതാവേ, ശിരസിൽ വഹിച്ചു, എനിക്ക് വേണ്ടി കുരിശിൽ മരിച്ചവനെ മലമേൽ കയറി ആരാധന കർത്താവേ, ശിരസിൽ വഹിച്ചു. എന്റെ വേദന സർവവും നീക്കിയതിൽ പുതുജീവൻ പകർന്നവനാ. എന്റെ വേദന സർവവും നീക്കിയതിൽ പുതുജീവൻ പകർന്നവനാ. യേശു എനിക്കു നല്ലവൻ, ഉണർവോടെ അവനെന്നും മതിയായവൻ. എന്റെ യേശു എനിക്കു നല്ലവൻ, ആരാധന കർത്താവേ, അവനെന്നും മതിയായവൻ. ആപത്തിൽ രോഗത്തിൽ വൻ പ്രയാസങ്ങളിൽ മനമേ അവൻ മതിയായവൻ. ആപത്തിൽ രോഗത്തിൽ വൻ പ്രയാസങ്ങളിൽ മനമേ അവൻ മതിയായവൻ. മനമേ അവൻ മതിയായവൻ. മനമേ അവൻ മതിയായവൻ. കരങ്ങൾ ഉയർത്തി ഉറക്കെ സ്തുതിക്കുന്നു. എല്ലാവരും സ്തുതിക്കുന്നു. സഞ്ചരിക്കുന്നവരെ, സകലത്തിന്റെ പേര് അധികാരമുള്ളവരെ, ആരാധന ആരാധന ആരാധന. യേശുവേ, ആരാധന 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 ആരാധന. ഹല്ലേലൂയ. ക്ഷീണങ്ങൾ മാറട്ടെ, അഭിഷേകം നിറയട്ടെ, കൃപ നിറയട്ടെ, സന്തോഷം നിറയട്ടെ. എല്ലാ കുടുംബങ്ങളും ഉണരട്ടെ, എല്ലാ കുടുംബാംഗങ്ങളും ഉണരട്ടെ. കുടുംബങ്ങളിൽ തിന്മകൾ വിട്ടുപോകട്ടെ, കുടുംബങ്ങളിൽ രോഗങ്ങൾ ഒഴിഞ്ഞു പോകട്ടെ, ബാധ്യതകൾ വിട്ടുപോകട്ടെ. വിദ്യാർത്ഥികളെ ശല്യം ചെയ്ത തടസ്സങ്ങൾ മാറിപ്പോകട്ടെ. എല്ലാവരും ഉണരട്ടെ. ഈ മണിക്കൂർ അത്ഭുതത്തിന് മണിക്കൂറാകട്ടെ. ഹല്ലേലൂയ. ആരാധന ആരാധന. യേശുവേ 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 യേശുവേ. ആരാധന 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 ആരാധന. ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ, ആരാധന ആരാധന. ഹല്ലേലൂയ ഹല്ലേലൂയ. 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 യേശുവേ, ആരാധന. യേശുവേ, ആരാധന. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ ഒരു വചന ശുശ്രൂഷയുടെ നിമിഷങ്ങൾ ദൈവം നമ്മുടെ കുടുംബങ്ങളെ അനുഗ്രഹിക്കാൻ വേണ്ടി തെരഞ്ഞെടുത്ത നിമിഷങ്ങളാണ്. നമുക്ക് എല്ലാവർക്കും ഇരിക്കാം. വിശുദ്ധ മത്തായിയുടെ സുവിശേഷത്തിൽ 1-ാം അധ്യായത്തിൽ 21-ാം തിരുലിഖിതം, അവൾ ഒരു പുത്രനെ പ്രസവിക്കും, നീ അവന് യേശു എന്ന് പേരിടണം, എന്തെന്നാൽ അവൻ തൻ്റെ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്ന് മോചിക്കും. ഹല്ലേലൂയ. ഹല്ലേലൂയ. വചനം നമുക്ക് ഏറ്റു പറയാം.
വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 1-ാം അധ്യായം 21-ാം തിരുലിഖിതം. അവൾ ഒരു പുത്രനെ പ്രസവിക്കും, നീ അവന് യേശു എന്ന് പേരിടണം. എന്തെന്നാൽ അവൻ തന്റെ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്ന് മോചിക്കും. ഹല്ലേലൂയ. ദൈവപുത്രനായ യേശുവിന് നിരവധി പ്രത്യേകതകൾ ഉള്ളതായി ദൈവവചനം നമുക്ക് വെളിപ്പെടുത്തുന്നുണ്ട്. ദൈവപുത്രനായ യേശു ക്രിസ്തുവിന്റെ പ്രത്യേകതകളിൽ മുൻനിരയിൽ നിൽക്കുന്ന ഒരു പ്രത്യേകതയാണ് അവൻ ജനത്തെ പാപങ്ങളിൽ നിന്ന് മോചിക്കും, അന്ധകാരങ്ങളിൽ നിന്ന് ജനത്തെ വിടുവിക്കും. ഒരു കുടുംബത്തിൽ അല്ലെങ്കിൽ ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ കാലങ്ങളായി പാപമുണ്ടെങ്കിൽ, തിന്മയുണ്ടെങ്കിൽ, അന്ധകാരം ഉണ്ടെങ്കിൽ ആ വ്യക്തി എന്ത് ചെയ്യണം? അവൻ യേശു ക്രിസ്തുവിലേക്ക് തിരിയണം. പ്രിയ ദൈവ പൈതലേ, ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന നീ ഒരുപക്ഷെ വർഷങ്ങളായി കടുത്ത അന്ധകാരത്തിലായിരിക്കാം, കടുത്ത ആത്മഹത്യ പ്രവണതയിലായിരിക്കാം, കടുത്ത മദ്യപാനത്തിലായിരിക്കാം, കടുത്ത വെറുപ്പിലായിരിക്കാം, കടുത്ത നിരാശയിലായിരിക്കാം. നീ ആ നിരാശയിലിരുന്ന്, ആ അന്ധകാരത്തിലിരുന്ന് നശിക്കണം. ഇതല്ല കർത്താവ് ആഗ്രഹിക്കുന്നത്. പിന്നെയോ, നീ അന്ധകാരത്തിൽ നിന്ന് യേശു ക്രിസ്തുവിലേക്ക് തിരിഞ്ഞ് അവനെ നാമം വിളിച്ചപേക്ഷിച്ചുകൊണ്ട് നിന്റെ പാപങ്ങൾ കഴുകിക്കളഞ്ഞ് നീ രക്ഷ പ്രാപിക്കണം. നിനക്ക് യേശുവിൽ ഒരു രക്ഷയുണ്ട്. ഇത് ദൈവവചന വാഗ്ദാനമാണ്. ഒരു വ്യക്തിയുടെ അനുഭവം നമുക്ക് ശ്രദ്ധിക്കാം. 49 വർഷമായിട്ട് എൻ്റെ വയസ്സാണ്. ഞാൻ മദ്യപാനം തുടങ്ങിയിട്ട് ഒരു 10-38 വർഷമായി. ചെറുപ്പകാലങ്ങളിൽ ഞാൻ മദ്യപിക്കാൻ ഒരു അടിമത്തം എനിക്കതിലുണ്ടാകാൻ സാഹചര്യം ഉണ്ടായി. ഫോറസ്റ്റിന് അരികിലായിരുന്നു എൻ്റെ വീട്. അവിടെ ഈ മദ്യം കലക്കി വെക്കുന്ന വലിയ ബാലറുകളുണ്ടായിരുന്നു. അതിനകത്ത് ഫുള്ളായിട്ട് വാഷുണ്ടാവും. വാഷെന്ന് ഞാൻ മുക്കി സകലിച്ച് കുടിക്കുമായിരുന്നു. പക്ഷേ അത് എന്നെ പിന്നീട് അതൊരു വലിയൊരു ആപത്തിലേക്കാണ് നയിച്ചത്. വർഷങ്ങൾ കഴിഞ്ഞ് രഹസ്യമായുള്ള മദ്യപാനം അത് പരസ്യമായി. 10 വർഷത്തോളം രഹസ്യമായി സൂക്ഷിച്ചു കൊണ്ടുപോയിരുന്ന മദ്യപാനം പിന്നീട് ഒരിക്കലും അത് ഇങ്ങനെ തകരുമെന്ന് എനിക്കറിയാൻ പാടില്ലായിരുന്നു. വളർന്ന് പന്തലിച്ചു വന്നപ്പോഴേക്കും എൻ്റെ എല്ലാ സമനിലകളും തെറ്റിത്തുടങ്ങി. ജീവിതത്തിൻ്റെ എല്ലാ ഭാഗങ്ങളും തളർന്ന് ഒരുപാട് കഷ്ടപ്പാടുകളും ദുഃഖങ്ങളും ദുരിതങ്ങളും അവിടെ അനുഭവിക്കേണ്ടി വന്നു. ഓരോ നിമിഷവും തളർന്നു വീണുകൊണ്ടും കരഞ്ഞുകൊണ്ടും ഞാൻ പ്രാർത്ഥിച്ചു, എൻ്റെ ദൈവമേ, ഇതിൽ നിന്ന് എനിക്ക് എപ്പോഴെങ്കിലും ഒരു മോചനം തരണമേ. അങ്ങനെ ഇരിക്കെ ഓരോ കാലഘട്ടങ്ങളും കഴിഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് ഇവിടെ ഒരു ധ്യാനം ഇങ്ങനെ നടക്കുന്നുണ്ടെന്ന് ഞങ്ങളുടെ ലീഡറായ ഡൊമിനിക്ക് ഇത് അറിയിക്കേണ്ടായി എൻ്റെ ഭാര്യയോട്. പക്ഷേ ഞാൻ ഭാര്യയോട് പറഞ്ഞു, നീ ഇനിയിപ്പോൾ ഇത്രയും വർഷങ്ങളൊക്കെ പ്രാർത്ഥിച്ചും വലിയ ആളായിട്ടൊക്കെ അവിടെയൊക്കെ ഇവിടെയൊക്കെ പോയി വന്നതല്ലേ, അങ്ങനെ നീ പ്രാർത്ഥിക്കാനൊന്നും പോണ്ട എന്ന് പറഞ്ഞ മൂപ്പത്തിയരെ ഞാൻ വളരെയധികമായി ഒരു വിമർശനം നടത്തി. അന്ന് രാത്രി തന്നെ വളരെയധികം പൈശാചികമായ ഒരു മദ്യപാനത്തോടു കൂടിയാണ് എൻ്റെ വീട്ടിൻ്റെ അകത്തോട്ട് ഞാൻ കയറി വന്നത്. ബൈബിളുകൾ വലിച്ചെറിയുകയും കംപ്ലീറ്റ് അടിച്ചു പൊളിക്കുകയും ഒക്കെ ചെയ്തിരുന്നു. അന്ന് എൻ്റെ എല്ലാ സമനിലകളും തെറ്റി. പിന്നീടുള്ള ജീവിതം എനിക്ക് വളരെയധികം ദോഷകുലമായി. ഞാൻ അവിടെ നിന്ന് പിന്നീട് ഉള്ള ദിവസങ്ങളിലെല്ലാം 3 ലിറ്റർ വരെ ഞാൻ മദ്യം കഴിക്കുമായിരുന്നു. കഴിച്ച് എനിക്ക് അബോധാവസ്ഥയായാലും ഞാൻ എങ്ങനെയായാലും വീട്ടിലോട്ട് തപ്പിപ്പിടിച്ച് നടന്നു വരുമായിരുന്നു. എങ്ങനെ ബസ്സിലോട്ട് കയറുന്നു, എങ്ങനെ ഞാൻ വീട്ടിലെത്തുന്നു എനിക്കറിയില്ല. അങ്ങനെ ഇരിക്കുന്ന കാലഘട്ടത്തിൽ ഒരു ദിവസം ആനമയക്കി എന്ന് പറയുന്ന കള്ള് ഞാൻ കുടിക്കാനിടയായി. വയറു നിറയെ കള്ള് കുടിച്ചുകൊണ്ടിരിക്കുന്ന അവസരത്തിൽ ലേശം പൈസ തരാനുണ്ടായിരുന്ന ഒരു വ്യക്തിയെ കണ്ടുമുട്ടി. നീ ഇതുവരെയും എനിക്ക് അതിൻ്റെ ആ പൈസ തന്നില്ല എന്ന് പറഞ്ഞ് 2 തെറിയങ്ങ് പറഞ്ഞു. പോരെ പൂരം കയറി മോട്ടോർ സൈക്കിളിലോട്ട് കയറി നേരെ കൊണ്ടുപോയത് ബാറിലോട്ടാണ്. ഫുള്ളായിട്ട് അവിടെ നിന്ന് എനിക്ക് മദ്യം വാങ്ങിച്ചു തരികയും ഞാനത് കഴിച്ച് നേരെ വീട്ടിലോട്ട് പിന്നെ എന്നെ മോട്ടോർ സൈക്കിൾ തന്നെ കൊണ്ടുവന്നിറക്കുകയും പിന്നെ ഒരു ഓട്ടോറിക്ഷയിൽ കയറുകയും ഞാൻ പോവുകയും ചെയ്തു. അവിടെ ചെന്നപ്പോൾ എൻ്റെ വീടിന് കുറേ അപ്പുറമായി ഒരു 3-4 കവലയിൽ ഇറങ്ങിയപ്പോൾ നേരെ എൻ്റെ വീടിൻ്റെ മുന്നിൽ തന്നെ നിൽക്കുന്ന ഒരാള് പറഞ്ഞു, ഓ അതൊരു മദ്യപാനിയാണ് വന്നിറങ്ങുന്നത് പറഞ്ഞു. പോരെ പൂരം ഞാൻ അയാളെ 4 എണ്ണം അവിടെ നിന്ന് അങ്ങ് വെച്ച് കീച്ചി പോയ. അതോടുകൂടി ഞാൻ എൻ്റെ സമനിലയെല്ലാം തെറ്റി നേരെ നടന്ന് ഒരു ഡബറും തോട്ടത്തു കൂടി നടന്നിങ്ങനെ പോന്നു. കണ്ണൊന്നും അപ്പോഴേക്കും കാണാൻ പറ്റാത്ത രീതിയിലായി എൻ്റെ മദ്യപാനം മൂത്ത്. നേരെ വന്ന് ഒരു പൊട്ടക്കിണറ്റിലേറ്റു നേരെ താഴ്ത്തോട്ടങ്ങ് പോയി. നിറഞ്ഞു നിൽക്കുന്ന വെള്ളത്തിലേക്ക് താന്നുപോയ ഞാൻ അവിടെ വെള്ളത്തിൻ്റെ അടിയിലൊന്നും പോയപ്പോഴൊന്നും എൻ്റെ
വായിലോ മൂക്ക് എവിടെയും വെള്ളം കയറിയില്ല. ആ വെള്ളത്തിന്റെ അടിയിൽ കിടന്നുകൊണ്ട് 2 വയസ്സായ എൻ്റെ മകനെ ഓർമ്മ വന്നു. വെള്ളത്തിന്റെ അടിയിൽ നിന്ന് പെട്ടെന്ന് എൻ്റെ ഹൃദയത്തിൽ ഒരൊറ്റ നാളെ എൻ്റെ ദൈവം, എൻ്റെ കുഞ്ഞിനെ ഇനി ഒരിക്കലും കാണാൻ കഴിയില്ലല്ലോ, മരണം തന്നെ എൻ്റെ മിച്ചം എന്ന് ഞാൻ അവിടെ നിന്ന് കണ്ടു. അവിടെ നിന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ആ വെള്ളത്തിന്റെ അടിയിൽ നിന്ന് സ്തുതിപ്പോടുകൂടി ഉയർന്നു എന്നുള്ളതാണ് എൻ്റെ ഏറ്റവും വലിയ സന്തോഷം. മുകളിലോട്ട് കയറി ഞാൻ എങ്ങനെയെങ്കിലും കയറി കരപറ്റി. പിന്നീട് നോക്കുമ്പോൾ എനിക്ക് ധൈര്യം മൂത്തു. പിന്നീടും വെള്ളത്തിലേക്ക് തന്നെ ചാടണമെന്നാണ് എൻ്റെ ആഗ്രഹം. അപ്പോഴേക്കും ആൾക്കാരെല്ലാം കൂടി വർഗീസേ, നീ അതൊന്നും ഇതൊന്നും ചെയ്യരുത്, നീ വീട്ടിലോട്ട് പോടാന്ന് പറഞ്ഞു. ഞാൻ അയാളെയും തെറി പറഞ്ഞു. അന്നേരം വർഗീസേ എന്ന് 3 പ്രാവശ്യം ആൾ വിളിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, ക്ഷമിക്കണം, ഞാൻ അറിയാതെ പറഞ്ഞു പോയതാണ്. അവരെന്നെ വീട്ടിൽ കൊണ്ടുപോയി അവിടെ കിടത്തി. പിന്നീടും അതേപോലെ തന്നെ ഞാൻ പണിസ്ഥലത്തോട്ട് ചെന്ന് കുറേ ദിവസങ്ങളും നാളുകളും കഴിഞ്ഞപ്പോൾ ഞാനൊരു വലിയ ബിൽഡിങ്ങിന്റെ പുറത്തോട്ട് കയറാനിടയായി. അന്നും രാവിലെ മുതലേ മദ്യപാനം തുടങ്ങിയിരുന്നു. ദിവസം എനിക്ക് മദ്യമില്ലാതെ ഒന്നും നടക്കില്ലായിരുന്നു. അങ്ങനെ ഇരിക്കെ സന്ധ്യയായപ്പോൾ ഒരു 6 മണിയായപ്പോൾ എന്നോട് പറഞ്ഞു, ഇന്നൊരു നല്ലൊരു കമ്പനിയുണ്ട്, നീ ഇന്ന് നല്ല ഒരുങ്ങിയിരുന്നു പറഞ്ഞു. പകലുമലയുള്ള കുടിയും വൈകുന്നേരമായപ്പോൾ എനിക്കുള്ള ആ സൽക്കാരം കൂടിയായപ്പോൾ ഞാനൊരു ഗ്ലാസ് എടുത്ത് അങ്ങ് ചെരിച്ചു വെച്ചിട്ട് ഈ തുള്ളി വീഴുള്ള ആ മദ്യക്കുപ്പി ആ ഗ്ലാസ്സിലോട്ട് ചെരിച്ചു വെച്ച് ഞാനങ്ങോട്ട് ചെറിയൊരു മുട്ടയൊക്കെ വറക്കാൻ വേണ്ടി അങ്ങോട്ട് പോയി. തിരിച്ചു വന്നപ്പോൾ ആ ഗ്ലാസ് അങ്ങ് നിറഞ്ഞിരുന്നിരുന്നു. ഞാനൊന്നും നോക്കിയില്ല, ഞാനങ്ങ് കൂടി എടുത്തങ്ങ് മോന്തി. കുറച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് വീടെല്ലാം മൊത്തം നിരപ്പായി. നേരെ താഴെ കൂടി നടന്നു പോകണ്ട, ഞാൻ നേരെ കോണിപ്പടി കൂടി കയറി അങ്ങ് മേലോട്ട് പോയി. നേരെ പോയിട്ട് സിറ്റ് ഔട്ടിൽ നിന്ന് നേരെ താഴ്ത്തോട്ട് കിടക്കണം. അവിടെ പോയി അങ്ങോട്ട് വീണു. കാലിന് കാല് അവിടെ നിന്ന് അനക്കാനും വയ്യ, ഒന്നും വയ്യ. അപ്പം തന്നെ കൊണ്ട് പിന്നെ ബാൻഡേജ് ഇട്ടു. 6 മാസത്തോളം ഞാൻ കിടക്കേണ്ടി വന്നു. നിങ്ങൾ കേട്ടു എന്തുമാത്രം ഒരു തകർച്ചയുള്ള പോയി കർത്താവിന്റെ ദാസനാണിത്. 6 മാസത്തോളം കിടക്കുകയും ചെയ്തു. ഞാൻ ബാൻഡേജ് ഇട്ട് കിടന്നപ്പോഴും എനിക്ക് പിന്നെ കുടിക്കാൻ പോകണം. അപ്പോൾ വേറെ ഒരു വ്യക്തി എനിക്കൊരു ആപ്പ് ഉണ്ടെന്ന് തന്നു. ഞാനത് സകലിച്ച് തുള്ളിച്ചായിട്ട് ഇങ്ങനെ കുടിക്കും. വേറെ ആരും കൊണ്ടുവന്ന് തരില്ലല്ലോ. രോഗക്കിടക്കയിൽ കിടന്നിട്ട് പോലും ഇതാണ് ശരി. അതിൽ ഞാൻ നോക്കിക്കാടി നടന്നു തന്നു. ഈ കാല് എങ്ങനെയെങ്കിലുമൊക്കെ ബാൻഡേജ് ഒക്കെ ഞാൻ തന്നെ ഊരി, ഡോക്ടറെ കൊണ്ടൊന്നും ഊരിപ്പിച്ചില്ല, ഊരി ഞാൻ തന്നെ അങ്ങനെ നടന്നു. അങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയത്താണ് ഞാൻ ഇവിടെ വന്ന് ധ്യാനം കൂടാൻ ഇടയായത്. 3 വർഷത്തോളം ധ്യാനം കൂടി ഈ ആദ്യ വെള്ളിയാഴ്ച. ഈ 3 വർഷവും ഞാൻ ഈ ആദ്യ വെള്ളിയാഴ്ച ധ്യാനം കൂടിയിട്ട് ഞാൻ സാക്ഷ്യപ്പെടുത്തണം എന്നെനിക്കൊരു ഇതുണ്ടായിരുന്നു. പക്ഷെ എന്നാണ് ആദ്യമായിട്ട് ധ്യാനം കൂടാൻ വന്നത്? എന്നാണ് ഞാൻ ആദ്യമായിട്ട് വരുന്നത്? 3 വർഷങ്ങൾക്ക് 3 വർഷങ്ങൾക്ക് മുമ്പ് ആദ്യ വെള്ളിയാഴ്ച വന്ന് ഇവിടെ ഒരു അഭിഷേകത്തിന്റെ കൺവെൻഷൻ സംബന്ധിച്ചു. അന്ന് തന്നെ ആ മദ്യപാനം ഇവിടെ നിന്ന് ഞാൻ ഇറങ്ങിപ്പോയപ്പോ നിന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ എനിക്ക് അറിയാൻ പാടില്ലായിരുന്നു ഇങ്ങനെ മദ്യം നിൽക്കും എന്നുള്ളതെന്ന്. അത് നിൽക്കാൻ യാതൊരു സാധ്യതയില്ലാത്ത അവസ്ഥയിലാണ്. കാരണം രോഗക്കിടക്കാൻ നിന്നിട്ടില്ല, കിണറ്റി വീണ്ടും നിന്നിട്ടില്ല, കെട്ടിടത്തിന് താഴെപ്പെട്ട് നിന്നിട്ടില്ല. പിന്നെ ഇവർ ധ്യാനം കൂടെ നിൽക്കുവോ? മദ്യം കഴിക്കണ്ടോ എന്നൊക്കെ ഇങ്ങനെ വിചാരിച്ചു. ഞാൻ ബത്തേരി വയനാട്ടിലേക്ക് ഒരു യാത്ര ചെയ്തു. അവിടെ വെച്ച് ഞാൻ ഒരു പെഗ് കഴിക്കാനിടയായി. പിന്നീട് ആ ഒരു പെഗ് കഴിച്ചത് എനിക്ക് ഓർമ്മയുണ്ട്. വിസർത്ത് കുളിച്ച് ഞാൻ ആകെ അവസ്ഥനായി. വേർക്ക, ശരീരമാകെ വേർത്ത്. പിന്നെ എല്ലാവരും ഇവിടെ വന്ന ധ്യാനം കൂടി പോയി. പിന്നെ ഒരാഴ്ച കുടിച്ചേക്കാൻ നോക്കിയപ്പോ ശരീരം കംപ്ലീറ്റ് അങ്ങോട്ട് വേർക്കാൻ, മദ്യം കുടിക്കാപ്പോ ശരീരം വേർക്കാൻ തുടങ്ങാം. അങ്ങനെ ഞാൻ ആ മദ്യം അവിടെ വെച്ച് ഉപേക്ഷിച്ചു. അങ്ങനെ ഞാൻ ഈ 3 വർഷം ഈ ധ്യാനം കൂടി 3 വർഷം ഇന്നേ വരെ മദ്യം തൊടില്ല. എനിക്ക് മദ്യം കിട്ടിയിട്ടില്ലെങ്കിൽ വേറെ ദുശീലം ഉണ്ടായിരുന്നു. ഈ ഒരു ആസ്പറം മേടിക്കുക, സിസർ, ഈ ഫിൽറ്റർ എന്ന് പറഞ്ഞ സാധനം കൊണ്ട് ഞാൻ വലിച്ചിട്ട് പച്ചവെള്ളം കുടിച്ച് ലഹരി മൂപ്പിക്കുമായിരുന്നു. അതും എൻ്റെ ഒരു കിട്ടാത്ത സമയത്ത് ചെയ്തിട്ടുള്ളതാണ്. പുകല നീരിറക്കുക, ഇങ്ങനെയുള്ള എല്ലാ ദുശീലമായ ലഹരികളുടെ അടിമതി, എല്ലാത്തരം മദ്യങ്ങളും ഞാൻ കൂട്ടിക്കലർത്തി കുടിക്കാനിടയായിട്ടുണ്ട്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇവിടെ നിന്ന് ആദ്യത്തെ ഈ ധ്യാനം കൂടുന്ന സമയത്ത് ഒരു മിക്സർ വിഭാഗം മദ്യപാനം മരുതെന്നൊരു കാസറ്റ് ഞാൻ ഇവിടെ നിന്ന് കൊണ്ടുപോകാനാണ്. അതായത് ആദ്യ വെള്ളിയാഴ്ച ആൾക്കാർക്ക് വന്നപ്പോ മദ്യപാനം അരുത്, മിശ്രവാഹം അരുന്നൊരു CD ഉണ്ടായിരുന്നു. ആ CD എന്തായാലും ചേട്ടൻ വാദനം കേട്ടപ്പോൾ മേടിച്ചിട്ട് പോയി. ഞാനത് പല പ്രാവശ്യം CD ഇട്ട് കാണാനിടയായി വീട്ടിൽ നിന്ന്. അപ്പോഴെല്ലാം ഞാൻ ശ്രദ്ധിക്കുമായിരുന്നു. ഈ വചനം അങ്ങനെ ഉൾക്കൊണ്ടുകൊണ്ടിരുന്നപ്പോൾ എനിക്ക് വളരെയധികം ബോധ്യം വന്നു.
ദൈവം ഇനി ഒരിക്കലും എനിക്ക് ഈ മദ്യപാനത്തിൽ നിന്ന് വിമോചനമാണെന്ന്, ഒരിക്കലും ഇത് കുടിക്കാനോ മറ്റു ദുശീലങ്ങൾക്കോ ഒന്നും എന്നെ അടിമപ്പെടുത്താതിരിക്കാൻ വേണ്ടി എന്നെ കാത്തുകൊള്ളണമേ എന്ന് ഞാൻ പ്രാർത്ഥിച്ചു. പിന്നീട് എല്ലാ പ്രാവശ്യവും ഇവിടെ രാത്രി പ്രാർത്ഥനയ്ക്ക് വരുമായിരുന്നു. ആ സമയത്തും ഇവിടെ ആൽത്താരകളൊക്കെ ഒരുക്കാൻ വേണ്ടി എന്നെ ഡോമിനിക്ക് കൂട്ടിക്കൊണ്ടുവന്ന് പൂക്കളൊക്കെ വെക്കാൻ വേണ്ടി നിൽക്കുമ്പോൾ ഞാൻ ആ ഓരോ പൂക്കൾ വെക്കുമ്പോഴും പറയും, മാലാഖമാരെ എന്നെ കാത്തുകൊള്ളണം. അപ്പോസ്തല പ്രവർത്തനം 10-ാം അധ്യായം 43-ാം തിരുലിഖിതം. അവനിൽ വിശ്വസിക്കുന്ന എല്ലാവരും അവന്റെ നാമം വഴി പാപമോചനം നേടുമെന്ന് പ്രവാചകന്മാർ അവനെക്കുറിച്ച് സാക്ഷ്യപ്പെടുത്തുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. വചനം ഒന്ന് ഏറ്റു പറയാം. അപ്പോസ്തല പ്രവർത്തനം 10:43. അവനിൽ വിശ്വസിക്കുന്ന എല്ലാവരും അവന്റെ നാമം വഴി പാപമോചനം നേടുമെന്ന് പ്രവാചകന്മാർ അവനെക്കുറിച്ച് സാക്ഷ്യപ്പെടുത്തുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അവനിൽ വിശ്വസിക്കുന്ന എല്ലാവർക്കും പാപമോചനത്തിന്റെ വാഗ്ദാനമുണ്ട്. ഹൃദയം നുറുങ്ങി യേശുവേ എന്ന് മനം നുറുങ്ങി ആ ജീവിതത്തിന്റെ അവസ്ഥയിൽ നിന്ന് വിളിച്ചാൽ യേശുവിന്റെ സാന്നിധ്യം അവിടെയുണ്ട്. യേശുവിന്റെ രക്ഷ അങ്ങോട്ട് കടന്നു വരും. പ്രിയ പൈതലേ, നീ ഹൃദയത്തിൽ എളിമപ്പെടുക. നീ ഹൃദയത്തിൽ എളിമപ്പെട്ട് ആ നാമം വിളിച്ചപേക്ഷിക്കുക. യോഹന്നാന്റെ സുവിശേഷത്തിൽ 1-ാം അധ്യായം 12-ാം തിരുലിഖിതം. തന്നെ സ്വീകരിച്ചവർക്കെല്ലാം തന്റെ നാമത്തിൽ വിശ്വസിക്കുന്നവർക്കെല്ലാം ദൈവ മക്കളാകാൻ അവൻ കഴിവ് നൽകി. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, യേശുവിന്റെ വലിയൊരു പ്രത്യേകതയാണ് യേശുവിനെ സ്വീകരിക്കുന്നവർക്കെല്ലാം, യേശുവിന്റെ നാമത്തിൽ വിശ്വസിക്കുന്നവർക്കെല്ലാം ദൈവ പിതാവിന്റെ മകൻ മകൾ എന്ന അവസ്ഥയിലേക്ക് ഉയർത്തുന്ന ഒരു വലിയ ഉദാരത, ദൈവത്തോളം ഉയർത്തുന്ന വ്യക്തിയാണ് ദൈവപുത്രനായ യേശു ക്രിസ്തു. ഹല്ലേലൂയ, ഹല്ലേലൂയ. വീണ്ടും മറ്റൊരു പ്രത്യേകത, വിശുദ്ധ മത്തായിയുടെ സുവിശേഷത്തിൽ 8-ാം അധ്യായത്തിൽ 17-ാം തിരുലിഖിതം. അവൻ നമ്മുടെ ബലഹീനത ഏറ്റെടുക്കുകയും രോഗങ്ങൾ വഹിക്കുകയും ചെയ്തു എന്ന് യേശയ്യാ പ്രവചിച്ചത് അങ്ങനെ നിറവേറി. നാം വചനേറ്റ് പറയാം, അവൻ നമ്മുടെ ബലഹീനത ഏറ്റെടുക്കുകയും രോഗങ്ങൾ വഹിക്കുകയും ചെയ്തു എന്ന് യേശയ്യാ പ്രവചിച്ചത് അങ്ങനെ നിറവേറി. യേശു നമ്മുടെ രോഗങ്ങൾ ഏറ്റെടുക്കുന്നവനാണ്. യേശു നമ്മുടെ ബലഹീനത ഏറ്റെടുക്കുന്നവനാണ്. യേശു നമ്മുടെ ഭാരങ്ങൾ ഏറ്റെടുക്കുന്നവനാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവിന്റെ മറ്റൊരു പ്രത്യേകത, വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 11-ാം അധ്യായം 28-ാം വാക്യം. വചനം ഇങ്ങനെ പഠിപ്പിക്കുന്നു, അധ്വാനിക്കുന്നവരും ഭാരവഹിക്കുന്നവരുമായ നിങ്ങൾ എല്ലാവരും എന്റെ അരികിൽ വരുവിൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം. വചനം നമുക്ക് ഏറ്റു പറയാം, അധ്വാനിക്കുന്നവരും ഭാരം വഹിക്കുന്നവരുമായ നിങ്ങൾ എല്ലാവരും എന്റെ അരികിൽ വരുവിൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം. യേശുവിന്റെ പ്രത്യേകതയാണ് തളർന്നിരിക്കുന്നവരെ ആശ്വസിപ്പിക്കുക, ഭാരം വഹിക്കുന്നവരെ ആ ഭാരങ്ങൾ ഏറ്റെടുത്ത് ആശ്വസിപ്പിക്കുക. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവിന്റെ മറ്റൊരു പ്രത്യേകതയെ കുറിച്ച് യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായം 37 തിരുലിഖിതങ്ങളിൽ പഠിപ്പിക്കുന്നുണ്ട്. യോഹന്നാൻ 6:37 തിരുലിഖിതങ്ങൾ ഏറ്റു പറയാം. എന്റെ പിതാവ് എനിക്ക് നൽകുന്നവരെല്ലാം എന്റെ അടുക്കൽ വരുന്നു, എന്റെ അടുക്കൽ വരുന്നവനെ ഒരു നാളും ഞാൻ തള്ളിക്കളയുകയില്ല. ഹല്ലേലൂയ. യേശുവിന്റെ പ്രത്യേകതയാണ്, യേശുവിന്റെ അരികിൽ വരുന്ന ഒരാളെയും, അത് ഏത് ജാതിയിൽപ്പെട്ട വ്യക്തിയാകട്ടെ, ഏത് മതത്തിൽപ്പെട്ട വ്യക്തിയാകട്ടെ, ഏത് അവസ്ഥയിൽപ്പെട്ട വ്യക്തിയാകട്ടെ, കടബാധ്യതയോ രോഗമോ പാപമോ 38 വർഷമായി മദ്യപിച്ച് നശിപ്പിച്ച ഒരു ജീവിതമായിരുന്നു അത്. പക്ഷെ ഈശോ തള്ളിക്കളഞ്ഞില്ല. എന്റെ അടുക്കൽ വരുന്നവനെ ഒരു നാളും ഞാൻ തള്ളിക്കളയുകയില്ല. യേശുവിന്റെ ഒരു പ്രത്യേകതയാണത്.
ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ നിമിഷങ്ങളിൽ നമുക്ക് എഴുന്നേറ്റ് നിന്ന് പ്രാർത്ഥിക്കാം. പ്രിയ ദൈവമക്കളെ, നിങ്ങൾ ആയിരിക്കുന്ന സ്ഥലത്ത് എഴുന്നേറ്റ് നിന്ന് ഹൃദയത്തിൽ നിന്ന് എളിമപ്പെട്ട് യേശുവേ എന്ന് വിളിച്ചാൽ യേശുവിന്റെ അനുഭവം, യേശുവിന്റെ അഭിഷേകം, യേശുവിന്റെ ഇടപെടൽ അവിടെയുണ്ട്. രണ്ട് കരങ്ങൾ ഉയർത്തി സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, യേശുവേ, 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 യേശുവേ. വലിയ ആഗ്രഹത്തോടെ യേശുവേ തുറന്ന് വിളിക്കുന്നു. യേശുവേ, യേശുവേ, ഒരുമിച്ച് ഉറക്കെ വിളിക്കുന്നു. ആരാധന, 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 ആരാധന. യേശുവേ, ആരാധന, ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, യേശുവേ ആരാധന. റോമാലേഖനം 9-ാം തിരുലിഖിതം. അവനിൽ വിശ്വസിക്കുന്ന ഒരുവനും ലജ്ജിക്കേണ്ടി വരികയില്ല എന്ന് അവനെ കുറിച്ച് എഴുതപ്പെട്ടിരിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദിവ്യകാരുണ്യമേ, മധുര സ്നേഹപാരമ്യമേ, വരിക എന്നിൽ വാഴുവാൻ, തരണേ നിന്റെ കൃപാവരം, മഹിതമീ കൂദാശയിൽ നാഥ, പരമദിവ്യകാരുണ്യമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാൻ സ്വർഗത്തിൽ നിന്നും ഇറങ്ങിയ ജീവന്റെ അപ്പമാണ് എന്നരുളി ചെയ്ത രക്ഷിതാവായ യേശു ഇതാ നമ്മുടെ അരികിൽ. ഈ നിമിഷങ്ങളിൽ രണ്ട് കരങ്ങൾ ഉയർത്തി യേശുവേ എന്നെ എന്റെ കുടുംബത്തെ അനുഗ്രഹിക്കണമേ ഉറക്ക പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, യേശുവേ, 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 യേശുവിന്റെ നാമത്തിൽ വിട്ടുപോകട്ടെ. അന്ധകാരങ്ങൾ തകരട്ടെ, പൈശാചികൾ അമരട്ടെ. ഗ്ലോറി, ഗ്ലോറി, ആരാധന. യേശുവേ, 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 യേശുവേ. നാഥ, പരമദിവ്യകാരുണ്യമേ.